ഹലോ, ഇന്ന് അയൽവാസിയാണോ കൂട്ടുകാരന്മാരാണോ ആരെയായാലും, ഒരു പരിചയമില്ലാത്ത ആളായാലും നമ്മൾ എന്ന് കാണുന്ന ആൾക്കാരായാലും പെട്ടെന്ന് ശത്രുവ വളർത്തണമെങ്കിൽ, പെട്ടെന്ന് അവരായിട്ട് പിണങ്ങണമെങ്കിൽ കുറേ കാശ് കടം കൊടുക്കുക. കാശ് കടം കൊടുത്താൽ നമ്മൾ അവരെ ശത്രുവായി. പിന്നെ അവരെ കാണുമ്പോൾ, അവർക്ക് നമ്മളെ കാണുമ്പോൾ ഏതാണ്ടോ നമ്മൾ അവരുടെ അതിർ തർക്കത്തിന് പോയതുപോലെയാണ്. പൈസ നമ്മൾ കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളെ കാണുമ്പോൾ അതിർ തർക്കം ചെയ്ത പോലെയാണ് അവരുടെ പെരുമാറ്റം. അതാണ് ഇസ്ലാം പറയുന്നത്. ഒരിക്കലും നിങ്ങൾ കാശ് കൊടുക്കുക, സക്കാത്തായിട്ട് കൊടുക്കുക. സക്കാത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊടുക്കുക. അതാവുമ്പോൾ ചോദിക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിക്കുന്ന പോലെയാണ്. പിന്നെ അവർ നമ്മളെ കണ്ടാൽ കാണാത്ത ഭാഷയിൽ പോവും, കണ്ടാൽ മിണ്ടൂല. നല്ല കൂട്ടുകാരായിരുന്നവരായിരിക്കും, കാണുമ്പോൾ ഒളിച്ചു പോവും. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഈ കടം കൊടുത്തുള്ള ദൂഷ്യം. ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഒരാൾക്ക് കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ചോദിക്കാൻ പോരുത്. നമ്മൾ കടം കൊടുക്കാതിരിക്കാൻ നല്ലത്. കാരണം നമ്മൾ തെറ്റുകാരനാവും. പെട്ടെന്ന് അവനായിട്ട് നമ്മൾ ശത്രുതയാവും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്നറിയട്ടെ, കടം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സക്കാത്തായിട്ട് കൊടുത്തോ. അല്ലാതെ കടമായിട്ട് കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കാണുമ്പോൾ കാക്കി ചുത്തുപ്പും പല പല കോസ്റ്റുകളുണ്ടാവും. നിങ്ങളെ കാണുമ്പോൾ അപ്പുറത്ത് നിന്നിട്ട് കുറ്റം പറയും. അവൻ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, തെമ്മാടിയാണ്, കുറ്റം പറയും. അതുകൊണ്ട് കാശ് കടം കൊടുക്കുന്നവർ സൂക്ഷിക്കുക. അത് തരുവാങ്കി വാങ്ങിക്കുക, ഇല്ലെങ്കിൽ അത് ഒഴിവാക്കുക. അല്ലെങ്കിൽ അത് കൊലപാതകത്തിലേ നടക്കുള്ളൂ. ഹിന്ദു ആവട്ടെ, മുസ്ലിം ആവട്ടെ, ക്രിസ്ത്യാനി ആവട്ടെ, ഏത് ജാതിക്കാരാവട്ടെ, കടം കൊടുക്കുന്നവർ സൂക്ഷിക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? കടം കൊടുത്തു കഴിഞ്ഞാൽ ശത്രുതയാണ്. അതുകൊണ്ട് സക്കാത്തായിട്ട് കൊടുക്കുക. കൊടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, അവരെ സഹായിക്കണം. സഹായിക്കുന്നത് എങ്ങനെ? സക്കാത്തായിട്ട് സഹായിക്കുക. പറഞ്ഞ മനസ്സിലാവുന്നുണ്ട്? നിനക്കൊരു നാഥനുണ്ട്, അവൻ നിന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞുള്ള ഒരു ഇതിൽ നിങ്ങൾ സക്കാത്തായിട്ട് കൊടുക്കുക. ഓക്കെ.